ഹായ് കൂട്ടുകാർ, ഇന്ന് നമ്മൾ വെക്കാൻ പോകുന്നത് നമ്മൾ കുറിച്ചിയാണ്. കുറിച്ച് നമ്മൾ ഇന്ന് ഫ്രൈ ചെയ്യാനുള്ള പരിപാടിയാണ്. അങ്ങനെ നമ്മൾ കുറിച്ചൊക്കെ നേരത്തെ വെട്ടി കഴിയാക്കി എല്ലാം റെഡിയാക്കിയായിരുന്നു. ഇന്ന് നമ്മൾ ഇങ്ങനെ കുറിച്ചിയുടെ മണ്ട ഇങ്ങനെ പിച്ചാക്കി ഇങ്ങനെ ഇങ്ങനെ വരയിട്ടുകൊണ്ടിരിക്കുക കടല്. അല്ല അടിപൊളി സാധനമായിട്ട് ഇന്ന് നല്ല വെടിക്കെട്ടൊരു കുറിച്ചി ഫ്രൈ ആണ് നമ്മൾ വെക്കാൻ പോകുന്നത്. അങ്ങനെ മീനെല്ലാം വെട്ടി നമ്മളിന്ന് അതിൻ്റെ കട്ടിങ് എല്ലാം റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഭയങ്കര മഴയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതുകൊണ്ട് നമ്മളിന്ന് കുറിച്ച് ഫ്രൈ തിന്നാന്ന് വെച്ചു. ഇങ്ങനെ എല്ലാം സെറ്റാക്കി അങ്ങനെ ചട്ടി അവിടെ വെച്ചിട്ട് നമ്മളിന്ന് ഇതിലേക്ക് ഇടുന്ന ഉപ്പാണ്. അങ്ങനെ നമ്മൾ ഉപ്പ് ഇട്ടു. ഉപ്പും കാര്യങ്ങളൊക്കെ ഇട്ട് കഴിഞ്ഞ് നമ്മൾ ഇനി അതിൻ്റെ അകത്തേക്ക് ഇടാൻ പോകുന്നത് ഞാൻ മഞ്ഞപ്പൊടിയെ, അതുപോലെ തന്നെ അതിൻ്റെ അകത്ത് കുരുമുളക് പൊടിയെ, അങ്ങനെ മഞ്ഞപ്പൊടി ഇട്ടു. ഇനി നമ്മൾ ഇടാൻ പോകുന്നത് ഉപ്പിട്ടു, ഇനി മഞ്ഞപ്പൊടി ഇട്ടു, ഇനി കുരുമുളക് 2 സ്പൂൺ ഇടുക. 2-3 സ്പൂൺ ഇട്ട എരിയുടെ അനുസരിച്ചിട്ട് വേണം. പിന്നെ 2 സ്പൂണ് മുളക് പൊടിയാണ്. നല്ല കിടുക്ക സാധനമുണ്ട്. ഇത് നല്ല ഫ്രൈ അടിക്കുമെന്ന് പറഞ്ഞാൽ വെട്ടിക്കിട സാധനമാണ്. അങ്ങനെ ചില ഓയിലൂടെ അതിൻ്റെ നമ്മൾ മിക്സ് ചെയ്തിട്ടുണ്ട്. അതിന് ഓയിലൂടെ ഇട്ട് നല്ലോണം അങ്ങോട്ട് ഇളക്കി അങ്ങോട്ട് മിക്സ് ചെയ്യുക. ഉപ്പൊക്കെ അങ്ങോട്ട് റെഡിയാക്കുക. വെളിച്ചെണ്ണ ഒഴിച്ചാണ് നമ്മളിത് മിക്സ് ചെയ്യുന്നത്. അങ്ങനെ നമ്മളിതെല്ലാം നല്ല അടിപൊളിയായിട്ട് മിക്സ് ചെയ്ത് ശകലം വെള്ളം കൂടെ കൊണ്ട് ചേർത്താണ് മിക്സ് ചെയ്തത്. കുറിച്ചിയാണ് നമ്മളിന്ന് ഫ്രൈ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത് പല നാട്ടിലും പല പേരാണ് ഈ മീൻ പറയുന്നത്. കുറിച്ചി എന്ന് പറയും, വേറെ നാട്ടിൽ വേറെ എന്താ പേര് പറയുന്നത് നിങ്ങളിൻ്റെ അതൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇത് വേറെ പല നാട്ടിലും പല പേരായി മീൻ പറയുന്നത്. നമ്മുടെ നാട്ടിലൊക്കെ എന്ന് പറയുന്നത് കുറിച്ചി എന്ന് പറയും. അങ്ങനെ കുറേ മീനുണ്ടായിരുന്നു. എല്ലാം കൂടെ നമ്മളിട്ട് സെറ്റ് ചെയ്യാൻ പോകും. അവിടെ എല്ലാം കൂടെ ഇങ്ങോട്ട് മീനെല്ലാം കൂടെ ചട്ടിയിലോട്ടിട്ട് നല്ല രീതിയിൽ കൊണ്ട് സെറ്റാക്കാൻ പോകും. അങ്ങനെ മുളകൊക്കെ നല്ല രീതിയിൽ അങ്ങോട്ട് സെറ്റ് ചെയ്താണ് പരിപാടിയാണ്. ഇതങ്ങനെ സെറ്റ് ചെയ്ത് ഒരു 10-15 മിനിറ്റ് വെച്ചതിന് ശേഷമേ നമ്മളിത് ഫ്രൈ ചെയ്യാൻ എടുക്കാവുള്ളൂ കേട്ടോ. അങ്ങനെ എന്നാലും ഉപ്പൊക്കെ നമ്മൾ നല്ല സെറ്റായിട്ട് പിടിക്കത്തുള്ളൂ. ഉപ്പും എരിയൊക്കെ പിടിക്കണമെങ്കിൽ കുറേ നേരം വെച്ചതിന് ശേഷമേ ഇത് ഫ്രൈ ആവുള്ളൂ. അങ്ങനെ നമ്മളിതെല്ലാം സെറ്റ് ചെയ്ത് വെച്ചൊരു 10-15 മിനിറ്റ് ശേഷമാണ് നമ്മളിത് കുക്ക് ചെയ്യുന്നത്. അങ്ങനെ നമ്മളവിടെ ചീൻചട്ടി, അതായത് നമ്മൾ വറക്കാനുള്ള സെറ്റ് എണ്ണയെല്ലാം ഒഴിക്കുവാണ്. വറക്കാനുള്ള സംഭവമെല്ലാം വെച്ച് നമ്മളൊരു എണ്ണ അങ്ങോട്ട് ഒഴിച്ച് അങ്ങനെ സെറ്റാക്കാൻ പോയി. ഇനി അവിടെ മീൻ അങ്ങോട്ട് ആവുക. നല്ല സ്പീഡൊക്കെ സാധനവും. അങ്ങനെ നമ്മൾ ഓരോ മീൻ അതിലേക്ക് സെറ്റാക്കി. എന്താ ഒരു മണമെന്നറിയുന്നു. അതേപോലെ സാധനം മക്കളെ നിങ്ങളിന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇപ്പോൾ ഈ മീനൊക്കെ വെറും 100 രൂപ ഇഷ്ടം പോലെ കിട്ടും. ഇതൊക്കെ മേടിച്ച് വെട്ടി കഴിക്കാനുള്ള എന്തൊരു മണമാണ്. നിങ്ങളെല്ലാം ഒന്ന് ട്രൈ ചെയ്യണം. അതുപോലെ നിങ്ങൾ ഈ മീൻ പല നാട്ടിലും പല പേരാണ്. ഈ വീഡിയോയ്ക്ക് കമൻറ്റ് ഒന്ന് ഷെയറും ലൈക്ക് പഠിക്കണേ. എന്താ ഒരു മണമാണ്. ഇതൊക്കെ സാധനമുണ്ട്. കുറിച്ചിയാണ് അതുപോലെ മുറിച്ചാൽ എടുക്കണം. പിന്നെ ഒരു സാധനമാണ് ഇതൊക്കെ സാധനം കിട്ടുന്ന എന്താ ഒരു മണം. കയ്യൊക്കെ കഴിയുന്നത് നല്ല മണക്കൂർ. കരം പോകാൻ പിന്നെ അതുപോലെ സാധനം അത്രയും നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്യണം. ഇപ്പം 100 രൂപയ്ക്ക് ഇഷ്ടം പോലെ മീൻ കിട്ടും. ഈ കുറിച്ചൊക്കെ വെറും 100 രൂപ ഇഷ്ടം പോലെ ആരെക്കോലി അവർ വരും. അതുപോലെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് അടിക്കണേ, ഒന്ന് ഷെയർ ചെയ്യുക, ഒന്ന് കമൻറ്റ് ചെയ്യുക, നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടിപൊളി സാധനം. കടയില്ലേ എന്താ അതിൻ്റെ കളർ തന്നെ കാണാൻ എന്തൊരു രസം. അപ്പം നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് അടിക്കുക, ഒന്ന് കമൻറ്റ് ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പം ലൈക്ക് അടിക്കണം,
കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ, ഷെയർ ചെയ്യുക. ഓക്കെ, ബൈ.